Hallelujah. Thank you, Jesus. Thank you, Jesus. Praise the Lord. Hallelujah. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഈ സായം സന്ധ്യയിൽ നമ്മുടെ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. ഇപ്രകാരം ഒരവസരം കർത്താവ് നമുക്ക് നൽകിയല്ലോ. റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പ് എന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയോടൊപ്പം ചേർന്ന് ഇന്ന് ഈ സായം സന്ധ്യയിൽ സർവശക്തനായ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനും പദവിക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ നമുക്ക് വിനിയോഗിച്ച് ദൈവകരത്തിൽ ആശ്രയിച്ച് ദൈവശക്തിയോടുകൂടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് ആയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകാൽ എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസി റോസ്ലിൻ സുരേഷ്, മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളെല്ലാവരെയും പ്രത്യേകാൽ ഇന്ന് ഈ പ്രോഗ്രാം, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പുകളെയും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആമേൻ. സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങളാശ്രയമേ. നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, കന്മഷം പോക്കി ദുഷ്കർമ്മ ഫലത്തിൽ നിന്നും, കന്മഷം പോക്കി ദുഷ്കർമ്മ ഫലത്തിൽ നിന്നും വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ, വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങളാശ്രയമേ. സമേന എന്ന തോട്ടത്തിലെത്തി ഭവാൻ, ഗത്ത് സമേന എന്ന തോട്ടത്തിലെത്തി ഭവാൻ, രക്തം വിയർത്തധികം ദുഃഖമനുഭവിച്ചു, രക്തം വിയർത്തധിക ദുഃഖമനുഭവിച്ച ചരിതമോർത്തിടുമ്പോൾ മനം ഉരുകിടുന്നു പരാ, ചരിതമോർത്തിടുമ്പോൾ മനം ഉരുകിടുന്നു പരാ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ,
നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർ തവ പാദങ്ങളാശ്രയമേ. ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ലതും പ്രശാന്തവുമായ വേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയും കാവലും ബലവും ശക്തിയും ഞങ്ങളുടെ മേൽ കൂടിയിരിക്കട്ടെ. വചനം അവിടുത്തേത്, ജനവും അവിടുത്തേത്, അടിയനും അവിടുത്തേത്. ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് ഉപയോഗിക്കണം. ഇന്ന് രാത്രിയിൽ ഞങ്ങളായിരിക്കുന്ന നിമിഷങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി, അനുഗ്രഹിച്ചതിനായി, ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഇതെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ ഒരു ചിന്തയ്ക്കായി ലളിതമായ ഒരു മെസ്സേജ് ആണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. വചനം ദൈവത്തിൻ്റെതാണ്, വചനം ക്രിയ ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ വചനത്തിലൂടെ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം, ഹല്ലേലൂയ, അതിന്റെ 16-ാം അധ്യായം. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ടു. നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. അതെ, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. ആമേൻ. ഈ ഒരു ചെറിയ വചനമാണ് നമ്മളിന്ന് ചിന്തയ്ക്കായിട്ട് ആധാരമായി എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന് ശീർഷകമായി, ഇത് തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്നുള്ളതാണ്. ഈ മെസ്സേജ് ഞാൻ തയ്യാറാക്കുമ്പോൾ ഞങ്ങളുടെ ആരാധനയിൽ ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമ്മുടെ റോസ് ഫാമിലിയിൽ ഈ മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെസ്സേജ്, ആമേൻ, സ്തോത്രം, തയ്യാറാക്കിയിരിക്കുന്നു. ആ മെസ്സേജിലൂടെ ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. വചനം ഹിന്ദിയിൽ പറയും ദോധാരി തൽവാർ എന്ന് വെച്ചാൽ ഇരുവായ്ത്തലയുള്ള വാൾ. അത് പ്രസംഗിക്കുന്നവനെയും കേൾക്കുന്നവനെയും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് ദൈവവചനം. ആമേൻ, സ്തോത്രം. നമ്മൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ച, കർത്താവേ, ഈ വചനം പറയുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വചനങ്ങൾ തയ്യാറാക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് പറയും, എന്നാൽ ഞാൻ നിന്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ടു. നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. എന്നിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് പറയുന്നു, അതേ, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. യെഹെസ്കേലിന്റെ പ്രവചനം 16-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്.
നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്കാം എന്ന് വെച്ചാൽ സമീപത്തുകൂടെ ആരും കടന്നു പോകാതിരിക്കുന്ന ഒരവസരത്തിൽ, ഞാൻ അതിൻ്റെ ആ പുസ്തകത്തിൻ്റെയും മറ്റും ആമുഖത്തിലേക്കോ മറ്റും ഒന്നും പോകുന്നില്ല, കാരണം അതിനെനിക്ക് സമയമില്ല. ഞാൻ കർത്താവിൻ്റെ ദാസിയോട് ചോദിച്ചു സമയം വാങ്ങിച്ചു. ആ സമയത്ത് ഞാൻ നിർത്താം. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഇത് പറഞ്ഞു തീർക്കാൻ സമയം ഒത്തിരി വേണം. അതുകൊണ്ട് ഞാൻ അതിനെ ഒത്തിരി മുഖവരയിലേക്കൊന്നും പോകുന്നില്ല. ആരും ആശ്രയമില്ലാതെ എല്ലാവരാലും തള്ളപ്പെട്ട് വെളിമ്പ്രദേശത്ത് കിടക്കുന്നു. സമീപത്തുകൂടെ പോലും ആരും വരാതിരുന്നു. നമുക്കറിയാം, പുതിയ നിയമത്തിൽ നമ്മളൊരു സമരിയക്കാരനെ കുറിച്ച് കാണുന്നുണ്ട്. കള്ളന്മാർ അവനെ പിടിച്ചു, അവനെ ഉപദ്രവിച്ചു, അവനെ ദേഹോപദ്രവം ഏൽപ്പിച്ച് അവനെ അർത്ഥപ്രാണനായി, പകുതി ജീവൻ നഷ്ടപ്പെട്ടവനായി വഴിയിൽ തള്ളിയിട്ട് അവർ പോയി. നമുക്കറിയാം അവിടെ ഹല്ലേലൂയ ആരും കടന്നു വരാത്തൊരു അവസരം നമുക്കറിയാം. ആ വചനത്തിലേക്ക് ഞാൻ വരുന്നു. ഇവിടെയും പറയുകയാണ്, ഞാൻ നിന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ, ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ, യെരൂശലേമിനോടുള്ള പ്രവചനമാണിത്. നിന്റെ പേര് യെരൂശലേം എന്നാണ്, ശാന്തിയുടെ നഗരം, സമാധാനത്തിന്റെ നഗരം. എങ്കിലും യെരൂശലേമേ, ആരും നിന്റെ സമീപത്തുകൂടെ കടന്നു പോകാതിരുന്ന ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നു. നിന്റെ ശൈശവ പ്രായത്തിങ്കൽ, നീ ജനിച്ച സമയത്ത്, നീ ഉൽപ്പന്നമായ സമയത്ത്, നീ രക്തത്തിൽ കുളിച്ചു കിടന്നപ്പോൾ നിന്നെ ആരും നോക്കിയില്ല. നമുക്ക് അതിന്റെ ഉറപ്പിന് വേണ്ടി ഇത് എന്താണെന്ന് കാണണമെങ്കിൽ അതിന്റെ 4-ാമത്തെ വാക്യം 16:4, നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ കൊടി മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചെയ്യുന്ന 4 ക്രമങ്ങളാണിത്. നമുക്കൊക്കെ അറിയാം, നാട്ടിൻപുറത്തുള്ള ചികിത്സകൾ. ഇന്നൊക്കെയാണ് ആശുപത്രിയിൽ ഈ ടെക്നോളജി കൂടി അസുഖങ്ങളും കൂടി. ഇപ്പോ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പറയും കുറച്ചു നേരം, എന്താണ് ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ മഞ്ഞയുണ്ട്, അതുകൊണ്ട് ഇതിനെ ലൈറ്റിൽ വെക്കണം, ചൂടത്ത് വെക്കണം. പണ്ടൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ വേറൊരു ചുറ്റുപാടിലായിരുന്നു. അതുപോലെ ഇവിടെ പറയുകയാണ്, അന്ന് ഇത്രയും ടെക്നോളജി ഒന്നും വളർന്ന സമയമല്ല. ആ ചുറ്റുപാടിലുള്ള കാര്യം പറയുകയാണ്. 1, ഒരു കുഞ്ഞ് ജനിച്ച ആൾ അതിന്റെ പൊക്കിൾ കൊടി ബന്ധത്തെ വേർപെടുത്തണം. ആമേൻ, ഹല്ലേലൂയ. 1-ാമത്തെ കാര്യം പൊക്കിൾ കൊടി ബന്ധം വേർപെടുത്തുക എന്ന് വെച്ചാൽ, ആ പൊക്കിൾ കൊടി ബന്ധം ഇരിക്കുമ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബന്ധം എന്ന് വെച്ചാൽ, അമ്മ കഴിക്കുന്നതാണ് കുഞ്ഞിന് കിട്ടുന്നത്, അമ്മ കുടിക്കുന്നതാണ് കുഞ്ഞിന് കിട്ടുന്നത്. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്നും എന്തൊക്കെ ഊർജങ്ങൾ വലിച്ചെടുക്കാമോ അത് ഈ പൊക്കിൾ കൊടിയിലൂടെയാണ് വലിച്ചെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിന്റെ ബന്ധം വേർപെടുത്തി അമ്മ ശ്വസിക്കുമ്പോൾ ഈ കുഞ്ഞിന് ശ്വസിക്കാൻ ശ്വാസം കിട്ടും, വായു കിട്ടും. ഇങ്ങനെ അകത്ത് കിടന്നപ്പോഴുള്ള ബന്ധം പുറത്തു വരുമ്പോൾ വിച്ഛേദിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ശൈശവ പ്രായത്തിൽ നാം പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ബന്ധം വേർപെടുത്തിയാണ് നമ്മെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ആമേൻ. അതുവരെ അമ്മയിൽ നിന്നാണ് ശ്വസിച്ചത്, അതുവരെ അമ്മയിൽ നിന്നാണ് ഭക്ഷിച്ചത്, അതുവരെ അമ്മയിൽ നിന്നാണ് ഹല്ലേലൂയ പാനം ചെയ്തത്. സകലതും ആ ഒരു ബന്ധത്തിലൂടെ അകത്ത് നമുക്ക് പ്രക്രിയകൾ നടന്നുകൊണ്ടിരുന്നെങ്കിൽ, നാം പുറത്തു വരുമ്പോൾ, ആമേൻ, ഒരു ശിശുവായി പുറത്തു വരുമ്പോൾ ആ ബന്ധം വേർതിരിക്കപ്പെടും. അത് ലോകത്തിന്റെ നിയമമാണ്. ആമേൻ. ആ ബന്ധം വേർപെടുത്തുമ്പോൾ അത് പറയുന്നത്, ഇന്നു മുതൽ നിനക്ക് സ്വയമായിട്ട് ശ്വസിക്കണം, നിനക്ക് സ്വയമായിട്ട് നിനക്ക് ബ്രീത്ത് ചെയ്യണം, നിനക്ക് നിന്റെ സ്വയമായിട്ടുള്ള കാര്യതകൾ നിനക്ക് ഇടപെടേണ്ടി വരും. ഇന്നലെ വരെയുള്ള അവസ്ഥകൾ മാറി
വിശ്വാസിയായി ജനനമെടുക്കുമ്പോൾ ഹല്ലേലൂയ, അതിനുശേഷം നിങ്ങളും ഞാനും വരുമ്പോ പുതിയ വിശ്വാസിയാകട്ടെ പഴയ വിശ്വാസിയാകട്ടെ, വിശ്വാസികളുടെ ജീവിതത്തിൽ അവർക്ക് ഈ പൊക്കിൾക്കൊടി ബന്ധം വേർപെടുത്തിയിട്ട് പറയുക, ഇന്ന് മുതൽ നിനക്കാ ജീവിക്കേണ്ടത്, നിനക്കാണ് ശ്വസിക്കേണ്ടത്. നിന്റെ ശ്വസിക്കുന്ന ഹല്ലേലൂയ ശ്വാസവായുവും നിനക്ക് ലഭിക്കുന്ന സകലതും നീ നിന്റെ ശരീരത്തിനകത്തോട്ട് കടത്തിവിടുന്നതിനെ കുറിച്ചുള്ള ഉത്തരവാദിത്തം ഇന്നലെ വരെ നിന്റെ അമ്മയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ അത് നിനക്കാ. ആമേൻ. അതുകൊണ്ട് എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, ഇന്ന് മുതൽ ഹല്ലേലൂയ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഹല്ലേലൂയ ഇവിടെ പൊക്കിൾക്കൊടി ബന്ധം മുറിച്ചു. ഈ പൊക്കിൾക്കൊടി മുറിച്ചു കഴിയുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബന്ധത്തിൽ നിന്നും നീ ഒറ്റപ്പെട്ട് ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ നിനക്കൊരു ഉത്തരവാദിത്വം ജനനത്തിലെ വരികയാണ്. ഹല്ലേലൂയ. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓടിപ്പോകട്ടെ. രണ്ടാമത്തെ കാര്യം, വെള്ളത്തിൽ കുളിച്ച് വെടിപ്പാക്കുക. ഈ പൊക്കിൾക്കൊടി ആമേൻ സ്തോത്രം ഇവിടെ പറയുന്നു വെള്ളത്തിൽ കുളിപ്പിക്കുക. കാരണം നിന്റെ ശരീരത്തിൽ മുഴുവൻ അകത്ത് കിടന്ന ബ്ലഡ് അഴുക്കുകൾ ഒക്കെ നിന്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നിന്നെ ഒന്ന് വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. വിശ്വാസത്തിൽ വന്ന നിന്നെ ആദ്യത്തെ കാര്യം പൊക്കിൾക്കൊടി മുറിച്ചു. അതിനുശേഷം രണ്ടാമത്തെ കാര്യം ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് വെള്ളത്തിൽ കുളിപ്പിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, വിശുദ്ധനായി തീരേണ്ടതിന്, വിശുദ്ധയായി തീരേണ്ടതിന്, ശുദ്ധിയുള്ളവളും ശുദ്ധിയുള്ളവനുമായി തീരേണ്ടതിന് നമുക്ക് കുളി ആവശ്യമാണ്. അതിനാണ് വിശുദ്ധ സ്നാനം ദൈവസഭ നമുക്ക് കൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ കുളിപ്പിക്കണം. നിന്നെ ആരും കുളിപ്പിച്ചില്ല, നിന്നെ ആരും നിന്റെ അശുദ്ധിയെ മാറ്റിയില്ല, ആരും നിന്നെ വെടിപ്പാക്കിയില്ല. നീ അഴുക്കിൽ കിടന്നുരുണ്ടപ്പോൾ, നീ രക്തത്തിൽ കിടന്നുരുണ്ടപ്പോൾ, നീ ലോകത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ, ലോകത്തിന്റെ മലിനതകൾ നിന്റെ ശരീരത്ത് പറ്റിയിരുന്നപ്പോൾ, ഒരു വ്യക്തി പോലും നിന്നെ വന്ന് കുളിപ്പിച്ച് ശുദ്ധീകരിക്കാനില്ലാതിരുന്നപ്പോൾ, ദൈവത്തിന്റെ ശക്തമായ വചനത്തിൽ വിളിച്ചു പറയുകയാ, നിന്നെ ആരും നിന്റെ സമീപത്തുകൂടെ കടന്നു പോകാതിരുന്നപ്പോൾ ഞാൻ നിന്റെ സമീപത്തുകൂടെ വന്നില്ലേ. ഹല്ലേലൂയ. 3, ഉപ്പ് തേക്കുക. ഉപ്പ് തേക്കുക എന്ന് പറഞ്ഞാൽ ജനിച്ച കുഞ്ഞിന്റെ ശരീരത്ത് ഒരു പാക്കറ്റ് ഉപ്പെടുത്ത് തേക്കുക എന്നല്ല. ഉപ്പ് വെള്ളത്തിലിട്ട്, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ അത് വെച്ച കുഞ്ഞിന്റെ ശരീരത്തെ ആമേൻ തേച്ച് ശുദ്ധിയാക്കും. അന്നൊക്കെ ഇന്നത്തെ പോലെ ഡെറ്റോൾ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. നീ ഈ ഉപ്പാണ് ഈ കുഞ്ഞിന്റെ ശരീരത്തിന് സുരക്ഷിതത്വം കൊടുക്കുന്നതിന്, ബാക്ടീരിയയിൽ നിന്നും വിടുതൽ കൊടുക്കുന്നത്. അന്നൊക്കെ അതായിരുന്നു ചുറ്റുപാടുകൾ. നമുക്കറിയാം പണ്ടത്തെ കാര്യങ്ങൾ, അത് ഇവിടെ കേൾക്കുന്ന പലർക്കും അറിയാം. ആമേൻ. അപ്പോ നിന്റെ സംരക്ഷണത്തിന്റെ ശരീരത്തിൽ നിന്നും കീടാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നിനക്ക് ഉപ്പ് തന്നില്ല. ആമേൻ. മറ്റുള്ള കീടങ്ങൾ, മറ്റുള്ള കീടാണുക്കൾ, മറ്റുള്ള അശുദ്ധങ്ങൾ, മറ്റുള്ളതായ ചിന്താഗതികൾ നിന്റെ അകത്ത് വരാതെ വണ്ണം ഹല്ലേലൂയ ഉപ്പ് തേക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഉപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഓടി മുൻപിലോട്ട് പോവുകയാ. ഈ ഉപ്പ് നിനക്ക് തരുന്ന എന്താണ്? നിനക്കൊരു സുരക്ഷിതത്വം തരികയാണ്. നിന്നെ കീടാണുക്കൾ ബാധിക്കാതെ വണ്ണം, വൈറസുകൾ ബാധിക്കാതെ വണ്ണം ഈ ഉപ്പ്. ഹല്ലേലൂയ. അതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ആമേൻ. നിങ്ങളാകുന്ന ഉപ്പ് മറ്റുള്ളവർക്ക് രുചി കൊടുക്കാൻ തയ്യാറാകണം, മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ തയ്യാറാകണം. ഉപ്പിന്റെ ഗുണം പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് കർത്താവ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ കർത്താവ് ഉപ്പ് തേച്ച് ശുദ്ധീകരിച്ചെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവസാനത്തെ കാര്യമാണ് തുണി ചുറ്റുക, നഗ്നത മറയ്ക്കുക, നാണം മറയ്ക്കുക, അപമാനത്തെ മറയ്ക്കുക. ഹല്ലേലൂയ. അങ്ങനെ പല കാര്യങ്ങൾ തന്നെ ഉണ്ട്. നമുക്കറിയാം, ഇവിടെ പറയുകയാണ്, നീ ജനിച്ച നാളിൽ തന്നെ. ഇവിടെ ഈ 4 കാര്യം പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 5ാമത്തെ വാക്യം, നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തരാൻ ഒരു കണ്ണിനും നിന്നോട് കനിവ് തോന്നിയില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്തിട്ട് കളഞ്ഞു. യെസ്, എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നീ ജനിച്ച നാളിൽ തന്നെ, നീ വീണ്ടും ജനനം പ്രാപിച്ച നാളിൽ തന്നെ, നീ കർത്താവിനെ അറിഞ്ഞ നാളിൽ തന്നെ,
നീ കർത്താവിന് നിന്നെ തന്നെ സമർപ്പിച്ച നാളിൽ തന്നെ നിന്നോട് ലോകത്തിന് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്ത് തള്ളിക്കളഞ്ഞു. ആമേൻ. നമുക്കറിയാം, അനേകം പേരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്ന ചുറ്റുപാടുകൾ വിശ്വാസത്തിൽ വന്നെന്ന കാരണത്താൽ ഈ ലോകത്തിലെ മനുഷ്യൻ ഹല്ലേലൂയ നിന്നെ തള്ളിക്കളഞ്ഞാലും തള്ളാത്തൊരു ദൈവം നമുക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നല്ലോ, ആമേൻ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനെ നീ എന്നാശ്രയം. ഹല്ലേലൂയ. യെസ്. ഒരു പെറ്റമ്മ മറന്നാലും ആമേൻ മറക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ നിങ്ങളെ എന്നെ സംരക്ഷിക്കുന്നു. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നി. എന്താ കാര്യം? ആമേൻ. ഹല്ലേലൂയ. നിങ്ങളും ഞാനും, ആമേൻ, നിങ്ങളും ഞാനും ജനിച്ചപ്പോൾ, വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ലോകത്തിൽ നിന്നും വ്യത്യസ്തരായി. നിങ്ങളുടെ പോക്ക്, വരവ്, നടപ്പ്, ഇരിപ്പ്, സംസാരം, നിങ്ങളുടെ വ്യവഹാരങ്ങൾ, നിങ്ങളുടെ ഇടപെടലുകൾ ഒക്കെ വ്യത്യാസം വന്നു. ഈ വ്യത്യാസം വന്നപ്പോ ലോകം നോക്കിയപ്പോ ഇവന്റെ പഴയ വെള്ളമടിയായിരുന്നെങ്കിൽ ഓക്കെ, ഇവളുടെ പഴയ തെറിവിളിയും വഴക്കുമായിരുന്നെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നീ രക്ഷിക്കപ്പെട്ടപ്പോൾ, നീ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ, നീ ജനിച്ചപ്പോൾ തന്നെ നിന്നോട് വെറുപ്പ്. എന്താ? അവന്റെ പാപത്തിൽ നിനക്ക് കൂട്ടില്ല, അവന്റെ സ്വഭാവത്തിൽ നിനക്ക് കൂട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾക്കും എനിക്കും ദൈവം തന്നിരിക്കുന്ന പദവി അതാണ്. പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് ചെയ്തത് എന്താ നമുക്കറിയാം. ആമേൻ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് എന്നെ കോരിയെടുക്കാൻ, പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകുവാൻ, ഹല്ലേലൂയ, അവൻ എന്നെ കോരിയെടുത്തതാ. ആമേൻ. എവിടെന്നാ? പാപച്ചേറ്റിൽ നിന്ന്. അവൻ നമ്മെ കുളിപ്പിച്ചു, അവൻ നമ്മുടെ ശരീരത്തിൽ ഉപ്പ് തേച്ചു, അവൻ ഹല്ലേലൂയ പൊക്കിൾ കൊടി മുറിച്ചു, അവൻ സകലത് നമുക്ക് ചെയ്തു തരികയാ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ പാപത്തിന് അടിമകളല്ല, ഇനി നിങ്ങൾ ലോകത്തിന് അടിമകളല്ല, ഇനി നിങ്ങൾ തിന്മകരമായ ജീവിതത്തിന് അടിമകളല്ല. അതിനേക്കാൾ ഉപരി നിങ്ങൾ ദൈവത്തിന്റെ മക്കളത്രേ. ആമേൻ. ശബറബതുന. ഹല്ലേലൂയ. യെസ്. ദൈവത്തിന്റെ വചനം ശക്തമായി പറയുന്നു, പാപച്ചേറ്റിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തൊരു ദൈവം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നിന്നെ ഒരു കണ്ണ്, ഇതിലേതെങ്കിലും ഒന്ന് നിനക്ക് ചെയ്തു തരാൻ ലോകം തയ്യാറായില്ല. നീ ചേറ്റിൽ കിടന്നപ്പോൾ, നീ പാപത്തിന്റെ ചേറ്റിൽ കിടന്നപ്പോൾ, നീ രക്തത്തിൽ കുളിച്ചു കിടന്നപ്പോൾ, പാപപങ്കിലമായ ഹല്ലേലൂയ ഒരു ജീവിതം നയിക്കുവാൻ നിനക്ക് കഴിയാതെ, ഹല്ലേലൂയ റാബ തുനവരബ ശന്തുന, ദൈവം നിന്നെ വീണ്ടെടുത്ത് തന്റെ ഭാഗത്ത് കൊണ്ടുവന്ന് ആക്കുന്നത് വരെയും ആരും നിന്നെ മാനിച്ചില്ല, ആരും നിന്നോട് കനിവ് കാണിച്ചില്ല, ആരും നിന്നോട് ദയോടെ നിന്നെ ഒന്ന് നോക്കിയില്ല. നിന്നോടൊരു ആശ്വാസവാക്ക് പറയുവാൻ ഒരു വ്യക്തി പോലും കടന്നു വരാതിരുന്നപ്പോ, നിന്റെ സമീപത്തേക്ക് ആരും വരാതിരുന്നപ്പോ, ഇവിടെ പറയുക, നീ ജനിച്ച നാളിൽ തന്നെ നിന്നെ വെളിമ്പ്രദേശത്ത് തള്ളിയിട്ട് കളഞ്ഞു. നീ അവിടെ രക്തത്തിൽ കുളിച്ചു കിടന്നപ്പോൾ ഞാൻ നിന്റെ സമീപത്തുകൂടെ വന്നു. ഇവിടെ പറയുക, ഞാൻ നിന്റെ സമീപത്ത് കൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ടു. ആരും രക്ഷിക്കാനില്ലാതെ, ആരും ആശ്രയമില്ലാതെ, ആരും നിന്നെ പാപച്ചേറ്റിൽ നിന്ന് കരകയറ്റാനില്ലാതെ, രക്തത്തിൽ കിടന്നു കുളിച്ച് രക്തത്തിൽ കിടന്നുരുളുന്ന നിന്നെ കണ്ട് മനസ്സലിവ് തോന്നിയ ഒരു യേശു ക്രിസ്തു. അമ്മേ, എനിക്ക് വിശദീകരിച്ച് പറയണമെങ്കിൽ ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ ചുരുക്കമായി അങ്ങ് പറഞ്ഞു ഓടിച്ചങ്ങ് പോകാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 21-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മളവിടെ കാണുന്നത്, ഹല്ലേലൂയ, ആ വചനം ഒന്ന് വായിച്ച് നമുക്ക് ഓടിച്ചങ്ങ് പോവാം. 21:10. ഹല്ലേലൂയ. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ
ഇസ്ഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. ഹാഗാറിൻ്റെയും സാറായിയുടെയും കാര്യമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം പാലിക്കാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചവരായി വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ജാതികളുടെ പിതാവാക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് കാത്തിരിക്കാതെ സാറ ബുദ്ധി പ്രയോഗിച്ചു ഹാജിറ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹാഗാറിനെ അബ്രഹാമിന്റെ കൂട്ടത്തിൽ വിട്ടിട്ട് ഇവൾക്കൊരു കുഞ്ഞു ജനിക്കുമ്പോൾ എനിക്കുള്ളതാക്കി തീരുമെന്ന് നിന്റെ ബുദ്ധി പ്രയോഗിച്ചതാ കുഴപ്പം. സാറ, നിന്റെ ബുദ്ധി പ്രവർത്തിച്ചത് നിനക്ക് തന്നെ എതിരായി മാറി. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചിരിക്കുന്ന ആരെങ്കിലും സ്വന്തം ബുദ്ധി പ്രയോഗിച്ച് ഉപായത്തിലൂടെ പെട്ടെന്നത് പ്രാപിക്കാമെന്ന് നോക്കരുത്. ആമേൻ. നിന്നെ സന്തതികളുടെ ജാതികളുടെ പിതാവാക്കുമെന്ന, ഒരു ജാതിയുടെ പിതാവാക്കുമെന്നല്ല, ഒരു കുടുംബത്തിലെ പിതാവാക്കുമെന്നല്ല, ജാതികളുടെ പിതാവ്, തലമുറകളുടെ പിതാവാക്കി മാറ്റുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടും വാഗ്ദത്തത്തെ കാത്തിരിക്കാതെ തൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്, തൻ്റെ സ്വന്തം മൂള ഉപയോഗിച്ച് എനിക്ക് ഈ അനുഗ്രഹത്തെ ഞാൻ സ്വന്തമായി പ്രാപിച്ചെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ച സാറായ്ക്ക് ജീവിതത്തിൽ പ്രതികൂലം വന്നത് മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച ആരെങ്കിലും അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപായങ്ങൾ പാലിക്കല്ലേ, ഉപായങ്ങൾ നോക്കല്ലേ. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റി തരുവാൻ മതിയായൊരു ദൈവത്തെയാണ് നിങ്ങളും ഞാനും ആരാധിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത് നമുക്കറിയാം. പുറത്തേക്ക് കളഞ്ഞു. ഒരു തുരുത്തി വെള്ളവും ഒരല്പം അപ്പവും കൊടുത്തിട്ട് മരുഭൂമിയിൽ ചെന്ന് നിലവിളിക്കുന്ന ഹാഗാറിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. കാരണം ദൈവേഷ്ടപ്രകാരം അല്ലെങ്കിലും അബ്രഹാമിന്റെ കൂടെ, അബ്രഹാമിന്റെ പൈതലായതും അതൊക്കെ നമുക്കറിയാം. അവിടെ എനിക്ക് സമയമില്ല, അതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്, പക്ഷെ അതിനൊന്നും സമയമില്ല. ഇനി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ കാണുമ്പോൾ, പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഇവിടെ പ്രശ്നം ആരാ? ആൺകുട്ടിയാ. കാരണം എന്താ? ഇസ്രയേലിന്റെ രാജാവാകാനുള്ളവൻ എവിടെയാ ജനിച്ചിരിക്കുന്നത്? യഹൂദന്മാരുടെ രാജാവാകേണ്ടവൻ എവിടെയാ ജനിച്ചേക്കുന്ന ചോദ്യം. ആമേൻ. ആര് പ്രതികൂലമാണോ അവനെ കൊല്ലാനാ നോക്കുന്നത്. പ്രതികൂലമല്ലാത്തവനെ ആരും തല്ലത്തില്ല. ആമേ. ഇവൻ വന്നാൽ ഇവൻ വിമോചകനാണ്. ഇവൻ ജനത്തിന്റെ വിമോചനത്തിന് എഴുന്നേറ്റ് വരേണ്ടവനാണ്. മൂസ അല്ലെങ്കിൽ മോശ. ഹാലലൂയ. ഞങ്ങൾ ഹിന്ദി പറയുന്നത് പെട്ടെന്ന് മൂസ എന്നേ വരത്തുള്ളൂ. ആമേൻ. മോശയെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ജനത്തിന്റെ വിടുതലാണ്. വീണ്ടെടുപ്പുകാരനെ തകർത്ത് കളഞ്ഞാൽ വീണ്ടെടുപ്പിനെ തകർത്ത് കളയാമെന്ന് ഹാലലൂയ വിചാരിക്കുന്ന സാത്താന്റെ തന്ത്രം ഫറവോനിലൂടെ ഹാലലൂയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയാൽ മോശക്കുഞ്ഞിനെ വിടുവിച്ച് ഹാലലൂയ വരും കാലങ്ങളിൽ ദൈവജനത്തെ വിടുവിക്കുവാൻ ഒരു വിമോചകനായി മോശയെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ ഹാലലൂയ ഈ ലോകത്തിലെ ഒരു പദ്ധതികളും നിനക്കെതിരായിട്ട് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവവേലക്കാരന്മാരായി, ദൈവവേലക്കാരികളായി നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹാലലൂയ ഈ ലോകത്തിലെ ഒരു നേതാവിനോ, ഈ ലോകത്തിലെ ഒരു രാജാവിനോ, ഈ ലോകത്തിലെ യാതൊരു വ്യക്തികൾക്കുമോ ഒരു പിശാചിനോ നിങ്ങളെ തകർത്ത് കളയാനോ, നിങ്ങളുടെ പേരുള്ള അഭിഷേകത്തെ മാറ്റിക്കളയാനോ, നിങ്ങളുടെ പേരുള്ള ദൈവത്തിന്റെ വിളിയെ വ്യതിചലിപ്പിക്കുവാനോ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആമേൻ. സ്തോത്രം. എനിക്ക് അവിടെയൊക്കെ നിന്ന് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയ ചുരുക്കം കൊണ്ട് ഞാൻ മുൻപോട്ട് ഓടിയൊന്ന് പോകട്ടെ. ഇങ്ങനെ അനേക കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്താ? ശൈശവപ്രായത്തിൽ നിന്നോട് ആരും കൃപ തോന്നിയില്ല, കരുണ കാണിച്ചില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഹല്ലേലൂയ. ഇനി ഞാൻ ആ പറഞ്ഞു വന്ന ഭാഗത്തിൽ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ആമേൻ. ഇവിടെ അതിന്റെ 16-ന്റെ 6 നമ്മൾ കണ്ടത്. നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്കാം എന്ന് പറഞ്ഞു. ഇനി അതിന്റെ 16-ന്റെ 8-ാം വാക്യം
ഞാൻ നിന്റെ അരികെ കൂടി കടന്നു നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന്റെ സമയമായെന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് നിന്റെ നഗ്നത മറച്ചു. ആമേൻ. ഇതെങ്ങനെയാ ഈ വസ്ത്രം നിന്റെ മേൽ വിരിച്ചതെന്നറിയാവോ? എൻ്റെ വസ്ത്രം നിന്റെ മേൽ വിരിക്കണമെങ്കിൽ എൻ്റെ വസ്ത്രം ഉരിയപ്പെടണം. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, നിന്റെ നഗ്നത കണ്ടിട്ട്, നിന്റെ അപമാനത്തെ കണ്ടിട്ട് ലോകം നിന്റെ നഗ്നത മറയ്ക്കാൻ, നിന്റെ നാണം മറയ്ക്കാൻ, നിന്റെ ജീവിതത്തിൽ നിന്റെ അപമാനത്തെ മാറ്റിത്തരുവാൻ തയ്യാറാകാതിരുന്നപ്പോൾ, നിന്റെ മേൽ വസ്ത്രമില്ലാതെ നീ വിവസ്ത്രയായി കിടക്കുന്നത് കണ്ടപ്പോൾ, നീ വിവസ്ത്രനായി കിടക്കുന്നത് കണ്ടപ്പോൾ, നിന്റെ മേൽ ധരിപ്പിക്കുവാൻ ഒരു വസ്ത്രം ഉരിഞ്ഞു തന്നത് എവിടെന്നറിയാമോ? കാൽവരി കൊലക്കളത്തിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി യാഗമായി തീർന്നൊരു ദൈവം അവന്റെ അവസാന വസ്ത്രം വരെ ഉരിഞ്ഞു മാറ്റിയത്, ഈ ലോകത്തിൽ നിന്ന് ഉരിഞ്ഞു മാറ്റിയിട്ട് ആ വസ്ത്രം നിന്റെ മേലിട്ട്, ഹല്ലേലൂയ, നിന്റെ അപമാനത്തെയും നിന്റെ നിന്ദയെയും നിന്റെ പ്രതികൂലത്തെയും നിന്റെ പാപ സ്വഭാവത്തെയും മാറ്റിത്തരുവാൻ അവൻ നമുക്ക് വേണ്ടി ചെയ്ത ആ മഹനീയ സ്നേഹത്തെ ഇന്ന് രാത്രികാലം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഓ റബതുന റബ ശാന്തുന. യെസ്, എന്നെ കേൾക്കുന്നവരെ, ഒരാളായിക്കോട്ടെ രണ്ടായിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഈ കേൾക്കുന്നവരോട് ദൈവത്തിന്റെ വെളിപ്പാട് വളരെ ശക്തമായി വെളിപ്പെടുത്തി പറയുക. ദൈവം പറയുകയാണ്, ഈ വചനത്തിലൂടെ ഇപ്രകാരം നിങ്ങളെയും എന്നെയും അവൻ അറിയിക്കുകയാണ്, ഞാൻ എൻ്റെ വസ്ത്രം നിന്റെ മേലിട്ടെന്ന്. ഇപ്പൊ നോക്കിയേ, ചിത്രകാരൻ വരച്ചു വച്ചിരിക്കുന്ന പിക്ചറാ നമ്മൾ കണ്ടിട്ടുള്ളെങ്കിലും എല്ലാവരും കണ്ടുകൊണ്ട് കുരിശിൽ കിടക്കുന്ന യേശുവിനെ ആ ഒരു രീതിയിൽ. അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടത് നിന്റെ അപമാനം മാറ്റാനാ, എൻ്റെ അപമാനം മാറ്റാനാ. ഹല്ലേലൂയ. അത് മറന്നു പോകല്ലേ. ഹല്ലേലൂയ. അവൻ താൻ നഗ്നത വരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്റെ നഗ്നത മാറ്റിയൊരു ദൈവം. ആമേൻ. ഓ ഹല്ലേലൂയ. തൻ്റെ ശരീരത്തിൽ കഷ്ടത്തെ ഏറ്റെടുത്തുകൊണ്ട് നിന്റെ കഷ്ടതയെ മാറ്റിയൊരു ദൈവം. ഹല്ലേലൂയ. തൻ്റെ ശരീരത്തിൽ അടിപ്പാടുകൾ ഏറ്റുകൊണ്ട് നിന്റെ രോഗത്തെ സൗഖ്യമാക്കിയൊരു ദൈവം. ഈ ദൈവത്തെയാണ് നിങ്ങളും ഞാനും ആരാധിക്കുന്നത്. അവൻ പറയുന്നു, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്കാം. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് നീയുമായിട്ടൊരു സത്യവും നിയമവും ചെയ്യുകയാണ്. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു. എന്താണ്? നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളെയും എന്നെയും സ്വന്തമാക്കുവാൻ, നിങ്ങളെയും എന്നെയും അവനുള്ളതാക്കി തീർക്കുവാൻ, അവന്റെ പാദപീഠത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരുവാൻ അവൻ നിങ്ങളുമായിട്ട് ഞാനുമായിട്ടൊരു സത്യവും ഒരു നിയമവും ചെയ്തിട്ടുണ്ട്. നിയമം ചെയ്ത്, ഹല്ലേലൂയ, പാട്ടുകാരൻ പാടുമ്പോൾ യാഗം കഴിച്ചു നീ നിയമം ചെയ്ത ശുദ്ധന്മാർ. അതെ, വിശുദ്ധന്മാരൊക്കെ യാഗം കഴിച്ചു, ഒരു നിയമം ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യാഗം നിങ്ങളോട് കഴിക്കാൻ പറയാതെ നിങ്ങൾക്കും എനിക്കും വേണ്ടി അവൻ യാഗം കഴിച്ചിട്ട് അവൻ തന്നെ യാഗവസ്തുവായി ഒരു കുഞ്ഞാടായി അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറിയിട്ട് അവൻ നിങ്ങളുമായിട്ട് നിയമം ചെയ്തു. ഇനി ഈ നിയമത്തിൽ നിന്ന് മാറിക്കൂടാ. ഇഫ്താവ് തന്റെ മകളോട് പറഞ്ഞ സംഭവം നിങ്ങൾക്കും എനിക്കും അറിയാമല്ലോ. അവിടെ ഇഫ്താവ് പറയുക, മോളെ, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലായി തീർന്നുവല്ലോ. ഓ, ഞാൻ എൻ്റെ യഹോവയായ ദൈവത്തോട് വാക്ക് പറഞ്ഞു പോയി, എനിക്കിനി മാറിക്കൂടാ. അതുകൊണ്ട് വാക്ക് പറഞ്ഞിട്ട് മാറുന്നവർ ആരെങ്കിലും ഇന്ന് രാത്രികാലം കേൾക്കുന്നുവെങ്കിൽ, കുഞ്ഞാട്ടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങളോട് കാൽവരി കൊലക്കളത്തിൽ ഒരു നിയമവും ഒരു സത്യവും ചെയ്ത ഒരു യേശു നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ അതൊന്നും വിട്ടുമാറല്ലേ. അത് മാറാതെ നിൽക്കുന്നവനെ കാൽവരി ക്രൂശിൽ വെച്ച് വീണ്ടെടുത്ത നിങ്ങളെ സ്വർഗത്തോളം എത്തിക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം മതിയായവനാ. ഹല്ലേലൂയ. എന്റെ മുമ്പിൽ സമയമില്ല, ഞാൻ ഓടിച്ച് ചില വാക്യങ്ങൾ താഴോട്ട് വായിച്ചെന്ന് വിടുവാൻ ആഗ്രഹിക്കുന്നു. 9-ാം വാക്യം, പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പൂശി. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു, രക്തം കഴുകിക്കളഞ്ഞു. നിന്റെ ശരീരത്തുള്ള രക്തം കഴുകിക്കളയാൻ മറ്റൊരുവന്റെ രക്തം കാൽവരി കൊലക്കളത്തിൽ ഒഴുകപ്പെട്ടു. യേശു കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ആ രക്തത്താൽ നിങ്ങളുടെ രക്തക്കറകളെ മാറ്റി
എണ്ണ പൂശി. എണ്ണ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കാണിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് എണ്ണ പൂശി തന്നു. ഹല്ലേലൂയ. ഈ എണ്ണ പൂശാത്തവർ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ എണ്ണ പൂശപ്പെടണം. അവൻ എണ്ണ പൂശി. ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു. ഈ ലോകം തരുന്ന വസ്ത്രമല്ല, അവൻ നിങ്ങൾക്ക് തരുന്നത് വിചിത്ര വസ്ത്രമാണ്, വെണ്മയുള്ള വസ്ത്രമാണ്. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. വെളിപ്പാട് പുസ്തകം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, എന്നിട്ട് തകശു തോൾ കൊണ്ടുള്ള ചെരുപ്പിടിവിച്ചു, ശണപടം കൊണ്ട് ചുറ്റി പട്ടു പുതപ്പിച്ചു. ഇനി നിനക്ക് തണുക്കത്തില്ല, നിന്റെ ശരീരത്ത് ചൂടേൽക്കയില്ല. ഹല്ലേലൂയ. നിന്നെ സംരക്ഷിക്കുകയാണ്. ഞാൻ നിന്നെ ആഭരണം അണിയിച്ചു, നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കുമിട്ട് തലയിൽ ഭംഗിയുള്ള ഒരു കിരീടവും വെച്ചു. ഇതൊന്നും പറയുന്നത് കേട്ടോണ്ട് ആരും നാളെ പോയി കുണുക്കൊന്നും ഇടരുത് കേട്ടോ. അതല്ല ഈ പറയുന്നത്. ഇതിനൊക്കെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. എന്ന് വെച്ചാൽ ദൈവം നമ്മെ ആഭരണ വിഭൂഷിതരെ പോലെ മറ്റുള്ളവർ കണ്ടാൽ മാനിക്കുന്ന രീതിയിൽ, നീ പുറമ്പോക്കൽ തള്ളപ്പെട്ടവളും തള്ളപ്പെട്ടവനുമായിരുന്നുവെങ്കിൽ നിനക്ക് മാന്യത ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന ആഭരണത്തെ ആത്മീകാർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ 13-ാം വാക്യം, ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞ് നിന്റെ ഉടുപ്പ് ശണപടവും പട്ട് വിചിത്ര വസ്ത്രവും ആയിരുന്നു. നീ നേരിയ മാവും തേനും എണ്ണയും ഉപജീവിച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവളായി തീർന്നു. നിനക്ക് രാജത്വം സിദ്ധിച്ചു. യെരൂശലേമേ, നിന്നെ ആരും കനിവ് കാണിക്കാതിരുന്നിട്ടും ഞാൻ നിന്റെ സമീപത്തൂടെ കടന്നു വന്നു. ഞാൻ നിന്റെ സകല കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു. ഇപ്പോൾ നീ രാജത്വം പ്രാപിച്ചു. ഇപ്പോൾ നിനക്കൊരു മാന്യതയുണ്ട്. അപ്പൊ നീ എന്താ ചെയ്തത്? ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആരും അറിയാതെ കിടന്ന യെരൂശലേമേ, ആരും അറിയാതെ കിടന്ന വ്യക്തി ജീവിതമേ, ഹല്ലേലൂയ, ആരും മാനിക്കാതിരുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് രാത്രികാലം നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു, നിങ്ങളെ ദൈവം അങ്ങനെ മാന്യതയുള്ളവരാക്കി മാറ്റിയപ്പോൾ സമൂഹത്തിൽ നിങ്ങൾക്കൊരു വിലയുണ്ടായി, സമൂഹത്തിൽ നിങ്ങൾക്കൊരു മാന്യതയുണ്ടായി, സമൂഹത്തിൽ നിങ്ങൾക്കൊരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ അതിന്റെ അവസാന ഒരു വാക്യം, എന്നാൽ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച് നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്ത് വഴി പോകുന്നവന്റെ മേൽ പരസംഗം ചെലവഴിച്ച് അത് അവനുള്ളതായി തീർന്നു. എന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്ത് നിന്നെ വീണ്ടെടുത്ത ദൈവത്തെ നീ മറന്നു കളഞ്ഞു. നീ അന്യാരാധനയ്ക്ക് കൂട്ടുനിന്നു. വിശ്വാസിയായിരിക്കവേ അവിശ്വാസിയോട് കൂട്ടുചേർന്നാണ് നിന്റെ ഇടപഴകലെങ്കിൽ, നിന്റെ ജീവിതമെങ്കിൽ, ഇന്ന് രാത്രികാല ദൈവം പറയുന്നു, ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരട്ടെ. ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ അവിശ്വാസിയുമായിട്ട് ഇണചേർന്നാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, ഇന്ന് രാത്രികാലം പറയുന്നു, നമുക്കൊന്ന് മടങ്ങി വരാം. ഇതെല്ലാം ചെയ്തതിനാൽ നീ രാജത്വം പ്രാപിച്ചു. എന്നാൽ മക്കൾ ചെയ്തതോ, ഹല്ലേലൂയ, ഈ ദൈവത്തെ മറന്നിട്ട് പരസംഗം ചെയ്യുന്ന, ഈ മക്കളെ മറന്നിട്ട്, ഈ ദൈവത്തെ മറന്നിട്ട് മറ്റുള്ളവരോട് കൂടിക്കലരുന്ന, നിങ്ങൾക്കും എനിക്കും കൂടിക്കലരാൻ അവകാശമില്ല. അവരോട് സ്നേഹിക്കാൻ അവകാശമുണ്ട്, അവരോട് ഇടപെടാൻ അവകാശമുണ്ട്. അവരോടുകൂടെ കൂടിക്കലരരുത്. അതാ പറയുന്നത്, ഇണയില്ലാ പിണ കൂടരുത്. അവരോട് നമുക്ക് കൂടാം, അവരെ നമുക്ക് സ്നേഹിക്കാം, അവരോട് നമുക്ക് സഹകരിക്കാം, അവരോടെല്ലാം ചെയ്യാം. പക്ഷേ ഇണയില്ലാ പിണ കൂടരുത്. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസിക്ക് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിപ്പാൻ മതിയായവനായ ദൈവമാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. അതാണ് നമ്മളിന്ന് വായിച്ചു കേട്ട, അല്ലെങ്കിൽ നമ്മളിന്ന് ആദ്യത്തെ പാടിയ പാട്ട്. ആമേൻ. നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, കന്മഷം പോക്കി ദുഷ്കർമ്മ ഫലത്തിൽ നിന്നു, കന്മഷം പോക്കി ദുഷ്കർമ്മ ഫലത്തിൽ നിന്നും വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ, വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശു നായകനേ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാ
ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ആരും സഹായമില്ലാതെ, ആരും ആശ്രയമില്ലാതെ, ആരും നോക്കാതെ പുറമ്പോക്കിൽ വഴിവക്കിൽ തള്ളപ്പെട്ടവരായിരുന്നു ഞങ്ങളെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത് കഴുകി വിശുദ്ധീകരിച്ച് കുളിപ്പിച്ച് എണ്ണ പൂശി വേണ്ടുന്ന സകല കാര്യാദികളും ഞങ്ങൾക്ക് ചെയ്തു തന്ന അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം. ഈ രാത്രിയിൽ ഇതൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടും അറിവില്ലായ്മ കൊണ്ടോ ജീവിതത്തിന്റെ ചില മേഖലകളിൽ വന്ന തകരാറുകൾ കൊണ്ടോ പലപ്പോഴും ഞങ്ങൾ ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയാതെ പിന്നോട്ട് പോയെങ്കിൽ കർത്താവേ, ഒരിക്കൽ കൂടി ക്ഷമിക്കണമേ. ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമോസ് കർത്താവേ ക്ഷമിക്കണമേ. ഇസ്രായേൽ എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ. അതേ കർത്താവേ, അങ്ങ് അനുതപിച്ച് ഒരിക്കൽ കൂടി ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. ഞങ്ങളുടെ മേലുള്ള ശിക്ഷാവിധികളെ, ഞങ്ങളുടെ മേലുള്ള പാപത്തിന്റെ പ്രായശ്ചിത്തമായി അങ്ങ് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവമേ, രാത്രി ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവേ, വിശ്വാസത്തിൽ നിന്നും പിന്നോട്ട് പോയ ആരെങ്കിലും, ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ പിന്നോട്ട് പോയ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുവെങ്കിൽ അവരുടെ മാനസാന്തരത്തിനായിരിക്കട്ടെ ഇന്നത്തെ മെസ്സേജ്. കർത്താവ് എല്ലാവരെയും സഹായിക്കണം. ഈ വചനത്തിലൂടെ സകലരെയും ശക്തരാക്കണമേ. നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിൽ ജീവിക്ക എന്ന് പറഞ്ഞ് രക്തത്തിൽ കിടന്നുരുണ്ട എന്നെ, പാപത്തിന്റെ ചേറ്റിലായിരുന്ന ഞങ്ങളെ ജീവിപ്പിച്ച കർത്താവിനായി സ്തോത്രം. ജീവനുള്ള ദൈവമേ, ജീവിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ ഇനിയും ജീവനെ പകരണമേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇപ്രകാരം ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഇപ്രകാരം, ഞങ്ങൾക്ക് ഇവിടെ രാത്രിയായി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി എന്ന് പറയുന്നത്. ഞാൻ കൂടെ 5 മണിക്ക് മുമ്പ് രാത്രിയാവും. ഇപ്പൊ തണുപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും കടപ്പാടുകളും അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് 40 നിമിഷമായിരിക്കും കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും ഒരുമിച്ച് വീണ്ടും ചേരാം. കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്കാം. അതെ, നമുക്ക് രക്തത്തിൽ കിടക്കുന്നെങ്കിലും ജീവിക്കാം. ജീവനുള്ള ദൈവത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കാം. ആ ദൈവത്തിന്റെ സാക്ഷികളാകാം. ദേശമങ്ങ് വിളിച്ചു പറയാം, ഇവനാണ് രക്ഷകൻ, ഇവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ആമേൻ. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. പ്രത്യേകാൽ ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻസിനോട് എല്ലാവരോടും, പ്രത്യേകാൽ റോസ്ലിൻ സഹോദരിയോട്, മറ്റെല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി ഞങ്ങൾ ബീഹാറിൽ നിന്ന് അറിയിക്കുന്നു. സമയം കിട്ടുമ്പോൾ, ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ. ഞാൻ നിങ്ങളുടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഒന്നും കയറുന്നില്ലെങ്കിലും ചിലപ്പോഴൊക്കെ കയറി രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ചില ദിവസങ്ങൾ കയറി അതിലെ കാര്യാദികൾ നോക്കാറുണ്ട്. ആ ഗ്രൂപ്പ് അനുഗ്രഹപരമായൊരു ഗ്രൂപ്പാണ്. അതോടൊപ്പം ചേർന്ന് പ്രകാരം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹമാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ആശിഷന്മാരിയും നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ ഗ്രൂപ്പ് സകലർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.